ഹായ് എവരിവൺ, എല്ലാവർക്കും ഫൈസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് കാണാൻ പോകുന്നത്. തുടങ്ങിയാലോ? സുപ്രഭാതം, സുഖമാണോ? ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? എനിക്കൊരു കപ്പ് ചായ വേണം. ഐ നീഡ് എ കപ്പ് ഓഫ് ടീ. ദയവായി വാതിലടയ്ക്കൂ. പ്ലീസ് ക്ലോസ് ദി ഡോർ. ഇപ്പോൾ സമയം എത്രയായി? വാട്ട്സ് ദി ടൈം നൗ? ദയവായി എന്നെ സഹായിക്കാമോ? ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? എനിക്ക് വിശക്കുന്നു. ഐ എം ഫീലിംഗ് ഹംഗ്രി. നമുക്ക് നടക്കാൻ പോകാം. ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക്. ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ. നീ എവിടേക്ക് പോകുന്നു? വെയർ ആർ യു ഗോയിങ്? എനിക്കിത് മനസ്സിലായില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്. ദയവായി അല്പം പതുക്കെ സംസാരിക്കൂ. പ്ലീസ് സ്പീക്ക് സ്ലോലി. ഞാൻ താമസിക്കുന്നു. ഐ ആം ഗെറ്റിംഗ് ലേറ്റ്. വിഷമിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഡോണ്ട് വറി, ഇറ്റ്സ് ഓക്കെ. എനിക്ക് കഴിയുന്നത്രയും നന്നായി ഞാൻ ചെയ്യാം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്ത്? വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? അത് വീണ്ടും പറയാമോ? ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ഇന്നെനിക്ക് വളരെ ക്ഷീണമുണ്ട്. ഐ എം വെരി ടയേർഡ് ടുഡേ. നാളെ കണ്ടുമുട്ടാം. ലെറ്റ്സ് മീറ്റ് ടുമോറോ. ദയവായി എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുതരൂ. പ്ലീസ് ബ്രിങ് മീ സം വാട്ടർ. നാളെ കാണാം. സീ യു സൂൺ. ഇന്ന് വളരെ ചൂടാണ്. ഇറ്റ് ഈസ് വെരി ഹോട്ട് ടുഡേ. ഇന്ന് വളരെ തണുപ്പാണ്. ഇറ്റ് ഈസ് വെരി കോൾഡ് ടുഡേ. മഴ പെയ്യുന്നു. ഇറ്റ് ഈസ് റെയിനിങ്. ഇന്ന് ആകാശം വളരെ മേഘം നിറഞ്ഞതാണ്. ഇറ്റ് ഈസ് ക്ലൗഡി. ഇന്ന് കാറ്റുള്ള ദിവസമാണ്. ഇറ്റ് ഈസ് വിൻഡി. സൂര്യൻ പ്രകാശിക്കുന്നു. ദ സൺ ഈസ് ഷൈനിങ്. ഇന്ന് നിലാവുള്ള ദിവസമാണ്. ദ മൂൺ ഈസ് ബ്രൈറ്റ്. നക്ഷത്രങ്ങൾ മിന്നുന്നു. The stars are twinkling. മഴവില്ല് വളരെ മനോഹരമാണ്. The rainbow is beautiful. തോട്ടം പച്ചപ്പിലാണ്. The garden is green. പൂക്കൾ വളരെ മനോഹരമാണ്. The flowers are lovely. പക്ഷികൾ പാടുന്നു. The birds are singing. കാറ്റ് ശുദ്ധമാണ്. The air is fresh. ഇന്നത്തെ കാലാവസ്ഥ നല്ലതാണ്. The weather is nice. ഞാൻ നായ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു. I am feeding the dog. ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതുന്നു. I am writing in my diary. ഞാൻ വസ്ത്രങ്ങൾ തേക്കുന്നു. I am ironing the clothes. ഞാൻ പാത്രങ്ങൾ കഴുകുന്നു. I am washing the dishes. ഞാൻ നിലം തൂക്കുന്നു. I am sweeping the floor. ഞാൻ എൻ്റെ ഇമെയിൽ പരിശോധിക്കുന്നു. I am checking my email. ഹലോ, കാര്യങ്ങൾ എങ്ങനെയുണ്ട്? ഹലോ, how is it going? കുറേ നാളായല്ലോ കണ്ടിട്ട്. A long time no see. നിനക്ക് പുതിയത് എന്തൊക്കെയുണ്ട്? What's new with you? അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. വളരെ ദയാലുവാണ് നീ. ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു. ഞാൻ അത് ഹൃദയപൂർവ്വം വിലമതിക്കുന്നു. ഐ ആം റിയലി അപ്രിഷ്യേറ്റീവ്. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ ആം വെരി ഹാപ്പി ടുഡേ. നിനക്കൊപ്പം ഇരുന്ന് സമയം ചിലവഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഐ ലവ് സ്പെൻഡിങ് ടൈം വിത്ത് യു. എൻ്റെ മനസ്സ് ഭാരമായിരിക്കുന്നു. മൈ ഹേർട്ട് ഈസ് ഹെവി ടുഡേ. ഇന്ന് എനിക്ക് നല്ലതായി തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ഗുഡ് ടുഡേ. വിഷമിക്കേണ്ട, ഞാൻ നിനക്കായി ഇവിടെയുണ്ട്. ഡോണ്ട് വറി, ഐ ആം ഹിയർ ഫോർ യു. എല്ലാം ശരിയാകും. എവറിത്തിങ് വിൽ ബി ഓക്കെ. ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ. വേഗം കണ്ടുമുട്ടാം. I will catch you soon.
എൻ്റെ മുന്നിൽ നിന്നും പോകൂ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. എനിക്ക് മനസ്സിലായില്ല. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. അതിൻ്റെ അർത്ഥമെന്ത്? വാട്ട് ഡു യു മീൻ? നീ എന്താണ് പറയുന്നത്? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? പ്രശ്നങ്ങൾക്ക് ക്ഷമിക്കണം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഞാൻ നിനക്കായി എന്ത് ചെയ്യണം? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ദയവായി എന്നെ ഇതിൽ സഹായിക്കാമോ? വിൽ യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ്? എൻ്റെ ആശയം നിനക്ക് മനസ്സിലായോ? ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്? എന്നിൽ നിന്ന് നിനക്ക് എന്താണ് വേണ്ടത്? വാട്ട് ഡു യു വാണ്ട് ഫ്രം മീ? ഞാൻ കഴിയുന്നതെല്ലാം ചെയ്യാം. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. നീ ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ടോ? ആർ യു ജോയിനിങ് us? നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഐ ആം വെരി പ്ലീസ്ഡ് ടു മീറ്റ് യു. അവൻ കടക്കാരന് 50 രൂപ കുടിശ്ശികയാണ്. He owes the shopkeeper 50 rupees. എന്തൊരു ബുദ്ധിമുട്ടാണ്. What a bother. ഞങ്ങൾ തകരും, പക്ഷേ വളരില്ല. We will break but not bend. ഇന്ന് എനിക്ക് നേരത്തെ പോകണം. I have to leave early today. അവൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. He had a narrow escape. എനിക്ക് മറ്റൊരു മാർഗവുമില്ല. ഐ ഹാവ് നോ ഓൾട്ടർനേറ്റീവ്. ഞാൻ യാദൃച്ഛികമായി ഇടപെട്ടു. ഐ ഡ്രോപ്ഡ് ഇൻ കൗശലി. ക്ഷമിക്കണം. ഐ ബെഗ് യുവർ പാർഡൺ. ദയവായി പതുക്കെ സംസാരിക്കാമോ? വുഡ് യു പ്ലീസ് സ്പീക്ക് സ്ലോലി? ദയവായി അടുത്ത ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴി പറയാമോ? കുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ ടു ദ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ്? ഞാൻ നിന്നെ വിളിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് നീ വന്നത്. ഐ വാസ് അബൌട്ട് ടു കോൾ യു വെൻ യു വാക്ക്ഡ് ഇൻ. നമ്മൾ അവസാനം കണ്ടിട്ട് വളരെ നാളായി. ഇറ്റ്സ് ബീൻ സച്ച് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. എനിക്ക് ഉറപ്പില്ല, പക്ഷേ അതിൽ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ, ബട്ട് ഐ തിങ്ക് ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. എനിക്ക് വിവരം കിട്ടുന്നുടനെ ഞാൻ നിന്നെ അറിയിക്കാം. I will let you know as soon as I get the information. നാളെ നിന്നെ കാണാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. I am really looking forward to seeing you tomorrow. ഞാൻ ഇവിടെ കുറച്ചു നേരം ഇരുന്നാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? Do you mind if I sit here for a while? നിന്റെ മറുപടിക്കായി ഞാൻ ഏറെ നേരമായി കാത്തിരിക്കുന്നു. I have been waiting for your reply for quite some time. ഇത് തീരുമ്പോഴേക്കും ഞാൻ ജോലി തീർക്കാൻ ശ്രമിക്കും. I will try to finish the work by the end of the day. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. I couldn't agree more with what you just said. ഇത് ഇന്നലെ ഞാൻ വായിച്ച ഒരു രസകരമായ കാര്യത്തെ ഓർമ്മിപ്പിക്കുന്നു. That reminds me of something interesting I read yesterday. എത്രയും വേഗം നിന്നെ സമീപിക്കും. I will get back to you as soon as possible. നിന്റെ മനസ്സിനെ വേദനിപ്പിക്കാനായിരുന്നില്ല എൻ്റെ ഉദ്ദേശം. I didn't mean to hurt your feelings. അത് മറ്റൊരു രീതിയിൽ വീണ്ടും വിശദീകരിക്കാമോ? Could you please explain that again in a different way? വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകുന്നത് എനിക്കിഷ്ടമാണ്. I enjoy going for a long walks in the evening. ഈ ദിവസങ്ങളിൽ കാലാവസ്ഥ പ്രവചിക്കാൻ കഴിയുന്നില്ല. The weather has been unpredictable these days. കഴിഞ്ഞ വർഷം വിദേശത്തേക്കുള്ള യാത്രയിൽ എനിക്ക് അത്ഭുതകരമായ അനുഭവം ഉണ്ടായിരുന്നു. I had a wonderful experience traveling abroad last year. അവധി ദിവസങ്ങളിൽ ചില പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഞാൻ പദ്ധതിയിടുന്നു. I am planning to visit some new places during the holidays. അസുഖം കാരണം എനിക്ക് സമയത്തിനുള്ളിൽ അസൈൻമെന്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. I couldn't complete the assignment on time due to illness. ക്രമീകരണത്തിൽ മാറ്റമുണ്ടെങ്കിൽ ദയവായി അറിയിക്കൂ. Please let me know if there are any changes in the schedule.
എനിക്ക് ഒരു കൈത്താങ്ങ് നൽകാൻ കഴിയുമെങ്കിൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കും. I did appreciate it if you could give me a hand. ഇന്ന് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് സന്തോഷം. I am glad we had the chance to talk today. ശബ്ദമുള്ളപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. I find it difficult to concentrate when it's noisy. അവസാന തീയതിക്ക് മുൻപ് റിപ്പോർട്ട് അയക്കുന്നതെന്ന് ഉറപ്പാക്കും. I will make sure to send you the report before the deadline. ക്ഷമിക്കണം, ഞാൻ നിന്നെ വ്യക്തമായി കേട്ടില്ല. അത് വീണ്ടും പറയാമോ? Sorry, I didn't hear you clearly. Could you repeat that?